അപ്പോൾ ഇന്നത്തെ വാർത്തകളുടെ വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് VS സനോജാണ്. VS സനോജ്, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പലരും നന്നായി ഉറങ്ങിയ, പലരും ഉറക്കം നഷ്ടമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരിന് ശേഷമുള്ള ദിവസമാണ്. ഇന്നും ആ രാഷ്ട്രീയ പോര് തന്നെയാണോ പ്രധാനപ്പെട്ട തലക്കെട്ട്, സനോജ്? ബിനിൽ, ഗുഡ് മോർണിംഗ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതുപോലെ ഈ ഇന്നത്തെ മലയാളം പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ രാഷ്ട്രീയ പോരാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ആ പോരിൻ്റെ വാർത്തകളുടെ ഒരു വലിയ ഓളത്തിൽ നിൽക്കേണ്ട ദിവസമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ കരുതിയെങ്കിൽ പോലും ഇന്നലെ രാത്രിയോടെ ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസിലേക്കുള്ള ഇറാൻ്റെ ആക്രമണം മൊത്തത്തിൽ ആ വാർത്തകളുടെ ഒരു താളത്തെ തെറ്റിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ രീതിയിലേക്ക് വലിയ ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെ അടക്കം വലിയ ആശങ്കയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാത്രിയോടെ കാര്യങ്ങൾ മാറി. ഏതായാലും ആ വാർത്തകൾക്ക് കൂടി വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ദിവസമെന്ന് സ്വാഭാവികമായും ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂരിലെ വലിയ രീതിയിലുള്ള UDFൻ്റെ വിജയം, ആ വിജയം തന്നെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എന്ന് പറയാം. കാരണം ഒന്ന്, നമുക്ക് മാതൃഭൂമി അടക്കം അല്ലെങ്കിൽ മറ്റെല്ലാ പത്രങ്ങളും തന്നെ ഈ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്, അതിൻ്റെ മനോഹരമായ തലക്കെട്ടുകളിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇറാൻ്റെ ആക്രമണം അതുണ്ടാക്കുന്ന ആശങ്കയിലേക്കും കൂടെ ഏതായാലും പത്രങ്ങൾ പോയിരിക്കുന്നു. ആര്യാടൻ എന്നാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തെക്കുറിച്ച് മാതൃഭൂമിയുടെ തലക്കെട്ട്. ഞാൻ ഈ തലക്കെട്ടുകൾ ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, നമുക്കറിയാമല്ലോ ഈ ജേർണലിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ജേർണലിസം പഠിക്കുന്ന കാലം മുതൽ ഈ തലക്കെട്ടുകൾ എങ്ങനെയായിരിക്കും വരുന്നത് പത്രങ്ങളെ സംബന്ധിച്ച് എന്ന് എപ്പോഴും വളരെ ക്യൂരിയസ് ആയ ആളുകളാണ്. അപ്പം പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ പിറ്റേന്ന് എങ്ങനെയായിരിക്കും പത്രങ്ങൾ അതിനെ സമീപിക്കുന്നത്, അതിൻ്റെ തലക്കെട്ടുകൾ എന്തായിരിക്കുന്നു. അപ്പോൾ ഏതായാലും മാതൃഭൂമി ആര്യാടൻ എന്നുള്ള തലക്കെട്ട് നൽകിയിരിക്കുന്നു. ഷൗക്കത്തിൻ്റെ ഒരു സ്നേഹചിഹ്നത്തോടുകൂടെ ഷൗക്കത്ത് എന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നു. അങ്ങനെ ഓരോ പത്രങ്ങളും വളരെ രസകരമായ തലക്കെട്ടുകൾ നൽകിയ ഒരു ദിവസം എന്ന് പറയാം. പ്രത്യേകിച്ച് കൈനേട്ടം എന്ന് കേരള കൗമുദി എഴുതിയിരിക്കുന്നു. ചന്ദ്രിക എഴുതിയിരിക്കുന്ന തലക്കെട്ട് ബങ്കർ ബസ്റ്റർ എന്നാണ്. നിലമ്പൂരിൽ UDFൻ്റെ ആ ഒരു ബങ്കറിനെ കുറിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു കോട്ട അവിടെ നിലനിർത്തുന്ന ഒരു സാഹചര്യം, അത് സംബന്ധിച്ച തലക്കെട്ടുകൾ. ഒപ്പം ജന്മഭൂമിയുടെ തലക്കെട്ട് ഇന്ന് അതൊരു വ്യത്യസ്തമായ തലക്കെട്ടായി തന്നെ അവർ, അല്ലെങ്കിൽ ജന്മഭൂമി അല്ലെങ്കിൽ BJP മാത്രമല്ല UDF അടക്കം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, പിണറായിക്കേറ്റ തിരിച്ചടി എന്നുള്ള ആ ഒരു തലക്കെട്ടിലേക്ക് ജന്മഭൂമിയുടെ തലക്കെട്ട് അങ്ങനെയാണ്. ഒപ്പം നിലമ്പൂരിൽ UDFന് മിന്നും ജയം, കൈപ്പിടിയിൽ എന്നാണ് സിറാജിൻ്റെ തലക്കെട്ട്. ഒപ്പം UDF നിലമ്പൂരം എന്നാണ് വീക്ഷണം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വലിയ വിജയം എന്നുള്ള രീതിയിൽ കോൺഗ്രസിൻ്റെ പത്രം അല്ലെങ്കിൽ അവരുടെ പാർട്ടി പത്രം എന്തെഴുതിയിരിക്കുന്നു നോക്കുന്ന സമയത്ത് UDF നിലമ്പൂരം എന്ന് പറഞ്ഞിരിക്കുന്നു. പൊതുവെ UDF ഈ വീക്ഷണത്തിൻ്റെ ഒരു തലക്കെട്ടുകൾ ഇത്തരം പല ദിവസങ്ങളിലും പൊതുവെ തലക്കെട്ടുകൾ അത്ര നല്ലതല്ല. പക്ഷേ മറ്റ് ചില പത്രങ്ങൾ, ചെറിയ പത്രങ്ങൾ നമ്മൾ പറയുന്ന പല പത്രങ്ങളും വളരെ മനോഹരമായ തലക്കെട്ടുകൾ നൽകിയ ദിവസം കൂടിയാണ്. ആര്യാടൻ എന്ന് മംഗളത്തിൻ്റെ തലക്കെട്ട് വളരെ കൗതുകരമായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആര്യാടൻ എന്നാണ്. ഒപ്പം കൈപ്പിടിയിൽ എന്ന് മെട്രോ വാർത്ത എഴുതിയിരിക്കുന്നു. നിലമ്പൂരിൽ ഷൗക്കത്ത് എന്ന് ദീപിക എഴുതിയിരിക്കുന്നു. ഇതിൽ ദേശാഭിമാനിയും ജനയുഗവും മാത്രം ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് വാർത്തയുടെ അത്ര വലിയ ഒരു പ്രാധാന്യമൊന്നുമില്ലാത്തൊരു വാർത്തയുടെ രീതി എന്നുള്ള മട്ടിലേക്ക് തലക്കെട്ടിനെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല അതൊരു പ്രധാനപ്പെട്ട വാർത്തയല്ല, പക്ഷേ ടോപ്പിൽ കൊടുത്തിരിക്കുന്നു. ഐക്യമുന്നണിയോളം എന്നാണ് മാധ്യമത്തിൻ്റെ തലക്കെട്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ രസകരമായിട്ട് ഈ വാർത്തയെ, ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തെ ഏതായാലും നമ്മുടെ പത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നു. സുപ്രഭാതം നിലമ്പൂരിൽ ഷൗക്കത്തി എന്നാണ് സുപ്രഭാതം നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഒപ്പം ദേശാഭിമാനിയിലേക്ക് വന്നാൽ, ദേശാഭിമാനിയിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് ജയമെന്നുള്ള ഒരു ബാനർ ഹെഡ്ലൈൻ ഉണ്ട്. ഒപ്പം ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള സ്വരാജിൻ്റെ പ്രതികരണം, വർഗീയ തീവ്രവാദ കൂട്ടുകെട്ടിൻ്റെ വിജയം എന്നുള്ള CPIMൻ്റെ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണവും കൊടുത്തിരിക്കുന്നു. പൊതുവേ ഈ
CPIM വിജയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഒരു പുരോഗമനപരമായ തെരഞ്ഞെടുപ്പ് വിജയവും CPM ഏതെങ്കിലും മണ്ഡലത്തിൽ തോറ്റാൽ അത് വർഗീയ തീവ്രവാദ കൂട്ടുകെട്ടിൻ്റെ വിജയമാണെന്നുള്ള വളരെ ക്ലീഷയായിട്ടുള്ള ഒരു പ്രസ്താവനയിൽ ഏതായാലും ഇത്തവണയും CPIM നൽകിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം അതിന് ഇൻട്രോയിൽ പോലും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവരുടെ പിന്തുണയോടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ജയമെന്നാണ് ദേശാഭിമാനിയുടെ ഇൻട്രോ. പക്ഷേ ഇതിൽ കൗതുകകരമായൊരു കാര്യം ബിന്നിലെ, അതായത് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയലിൽ ഇന്ന് ഈ വിജയം, UDFൻ്റെ വിജയം സംബന്ധിച്ച് വളരെ രസകരമായ ഒരു എഡിറ്റോറിയൽ സുപ്രഭാതം എഴുതിയിട്ടുണ്ട്. നിലമ്പൂർ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്നെഴുതിക്കൊണ്ട് ആശമാരുടെ സമരം മുതൽ മനുഷ്യ വന്യജീവി സംഘർഷം വരെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് പറയുന്നു. ഒപ്പം ഈ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ എഴുതിയ അല്ലെങ്കിൽ എടുത്ത CPM എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം നേരത്തെ അവരുമായി യോജിക്കുകയും ഇപ്പോൾ അതിനെ ഒരു വലിയ വർഗീയ പാർട്ടിയായി തള്ളിപ്പറയുകയും ചെയ്യുന്നു എന്ന മട്ടിലുള്ള വലിയ രാഷ്ട്രീയ വിമർശനം ഏതായാലും സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഉണ്ട്. ഒപ്പം ഈ വാർത്തയിലേക്ക് തന്നെ വന്നാൽ ഇതിൻ്റെ ഉൾപേജുകളിൽ മനോരമയടക്കം ഉൾപേജുകളിൽ മാതൃഭൂമി ഉൾപ്പെടെ വളരെ രസകരമായി ഇതിൻ്റെ പലതരത്തിലുള്ള ആംഗിളുകൾ, ഏതൊക്കെ മേഖലകൾ എങ്ങനെയാണ് വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ഗോൾമുഖത്ത് ക്യാപ്റ്റൻ തന്നെ എന്ന് VD സതീശനെ കുറിച്ച് മനോരമ നിലമ്പൂർ കാതൽ എന്ന ഒരു ഉൾപേജിൽ കൊടുത്തിരിക്കുന്നു. ഏതായാലും ഈ രീതിയിലാണ് ഇന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വാർത്ത പോയത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ച് ഒരു വലിയ പ്രഹരം അല്ലെങ്കിൽ ഒരു വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്ത ഇറാൻ പ്രഹരം എന്ന് മനോരമ കൊടുത്തിരിക്കുന്ന ഖത്തർ US താവളത്തിലുള്ള മിസൈൽ ആക്രമണമാണ്. ഈ വാർത്തയുടെ മുഴുവൻ വിശദാംശങ്ങളും പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളി ഡയസ്പൊറയുടെ ഒരു മേഖലയാണ് നമുക്കറിയാം, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖത്തർ. അപ്പോൾ അതുണ്ടാക്കുന്ന എന്തൊക്കെ തരത്തിൽ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, പ്രത്യേകിച്ച് വ്യോമത്താവളങ്ങൾ അല്ലെങ്കിൽ വ്യോമമേഖലകൾ ക്ലോസ് ചെയ്യുന്ന എയർപോർട്ടുകളിൽ വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതൊരു വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം. മറ്റൊന്ന്, നമുക്കറിയാവുന്നതുപോലെ ഇതിൻ്റെ മറ്റു റെപ്പർക്കഷൻസ് എല്ലാം തന്നെ ഇന്ന് പത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. അതായത് പുകയുന്ന പശ്ചിമേഷ്യ എന്ന് പറഞ്ഞ് മാതൃഭൂമി ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടും ഹോർമൂസ് കടലിടുക്ക് ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്കും കൂടെ ഏതായാലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അതല്ലാത്ത വാർത്തകളിലേക്ക് പോയാൽ, അതായത് സ്പോർട്സ് പേജിലുള്ള മനോരമയുടെ വാർത്ത, അത് ഒരു വളരെ രസകരമായ തലക്കെട്ടിൽ ഇരട്ടച്ചങ്ക് എന്ന് പറഞ്ഞ് KL രാഹുലിൻ്റെയും ഋഷഭ് പന്തിൻ്റെയും പ്രകടനം സംബന്ധിച്ച വാർത്ത ഏതായാലും നൽകിയിരിക്കുന്നു. ഒപ്പം ഉൾപേജിൽ നമ്മുടെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൂരം സർക്കാരിന് DGPയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അജിത് കുമാറിൻ്റെ, അതായത് ADGPയുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നുള്ള റിപ്പോർട്ട് നൽകിയ കാര്യം മാതൃഭൂമിയും ഒപ്പം മലയാള മനോരമയും നൽകിയിട്ടുണ്ട്. ഒപ്പം മാതൃഭൂമിയിൽ മറ്റ് ചില വാർത്തകൾ കൂടിയുണ്ട്. ഒന്ന്, 130 കിലോമീറ്റർ പറന്ന് ആദ്യ വൈദ്യുത യാത്രാ വിമാനം പറന്നിറങ്ങിയ 30 മിനിറ്റ് കൊണ്ട് 130 കിലോമീറ്റർ പിന്നിടുന്ന ഒരു വിമാനം പറത്താൻ എത്ര ചെലവ് വരും എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൗതുക വാർത്ത കൂടി മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ അജിത് കുമാറിൻ്റെ ഗുരുതര വീഴ്ച. പിന്നെ മറ്റൊരു വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരോട് പറയേണ്ട ഒരു കാര്യം കൂടിയാണത്. മഞ്ഞപ്പിത്തം പടരുന്നു, മരണനിരക്ക് കൂടുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ എത്ര പേർ മരിച്ചു, എത്ര പേരെ ബാധിച്ചു എന്നുള്ള സംബന്ധിച്ച കണക്കുകളെല്ലാം തന്നെ നൽകിയിരിക്കുന്നു. ഹിന്ദു പത്രത്തിൽ ഈ ഇറാൻ ലോഞ്ച് ചെയ്ത ഈ മിസൈൽ ആക്രമണം സംബന്ധിച്ച വാർത്തയുണ്ട്. ഒപ്പം നമ്മൾ മലയാളം പത്രങ്ങളെല്ലാം കാര്യമായി പരിഗണിക്കാതിരുന്നു പോയ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഒട്ടും തന്നെ ഇന്നലെ ചാനലുകളടക്കം ശ്രദ്ധിക്കാതെ പോയ മറ്റ് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വാർത്ത കൂടെ വന്നിരിക്കുന്നു. കാളിഗഞ്ചിൽ വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച്, അതായത് കാളിഗഞ്ചിൽ തൃണമൂലിന് വിജയമുണ്ട്. ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങൾ വെസ്റ്റ് ബംഗാളിലെ പഞ്ചാബിലെയും ഗുജറാത്തിലെയും മേഖലകളിൽ, ഒപ്പം രണ്ടിടത്ത് AAPയുടെ വിജയം, BJP ഗുജറാത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച കാര്യം ഉൾപ്പെടെ നൽകിയിരിക്കുന്നു. അതുപോലെ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട, കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വാർത്തയായിരുന്നു, ഈ സെൻസർ ബോർഡ് ജാനകി എന്ന് പറയുന്ന സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയ കാര്യം. അതിനു മുൻപ് മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ആ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നു എന്നുള്ള ആ സംവിധായകൻ്റെ കാര്യം സംബന്ധിച്ച് ആ വാർത്ത കൂടെ ഏതായാലും
പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. ഏതായാലും ഇതുപോലെയുള്ള ധാരാളം വാർത്തകളുള്ള ഒരു ദിവസം എന്ന് പറയാം. മറ്റൊന്ന്, വരും മണിക്കൂറുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പ്രത്യേകിച്ച് ധാരാളം മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഏതായാലും ഒരു വെടിനിർത്തലിൻ്റെ സാധ്യതയിലേക്കും ഒരു സമവായത്തിൻ്റെ സാധ്യതയിലേക്കും ലോകം മാറട്ടെ എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മധ്യപൂർവേഷ്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മളുടെ പ്രേക്ഷകരടക്കമുള്ള ധാരാളം മലയാളികളുള്ള മേഖലകളിലേക്ക് ആക്രമണം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഏതായാലും പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നല്ല വാർത്തകൾ സംഭവിക്കട്ടെ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ന് വിചാരിക്കാം. ധാരാളം വാർത്തകളുള്ള ദിവസമാണ്. ഇനിയും കുറേ പത്ര സംബന്ധിച്ച കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമ്മുടെ സമയം പരിമിതികളുണ്ട്. ഒരുപാട് വാർത്തകൾ വരട്ടെ. ബിനിൽ. താങ്ക് യു. വി എസ് സനോജാണ് വളരെ വിശദമായി നമുക്ക് പത്രങ്ങളിലെ വിശേഷങ്ങൾ, പത്രങ്ങളിലെ വാർത്തകൾ വളരെ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു തന്നത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലും. താങ്ക് യു.